ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് സൺഡേക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു ക്രീം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂണ്, അതുപോലെ ഒരു പിഞ്ച് ഉപ്പ്. എന്നിട്ട് ഇത് മൂന്നും നമുക്ക് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി അടുത്തത് പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിൽ അത് മറ്റേ മെഷർമെൻറ്റ് കപ്പിൻ്റെ അതേ അളവുള്ള കപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കപ്പിൽ എന്ത് ചെയ്യുക, ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ 4 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഒരു 2-4 മിനിറ്റോളം ഇതിങ്ങനെ നന്നായിട്ട് പതയാൻ വേണ്ടിയിട്ട് വയ്ക്കണം. പതഞ്ഞ് നമ്മൾ ഒരേ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ബീറ്റർ കൂട്ടി കൊടുക്കണം, സ്പീഡ് കൂട്ടി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇത് ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ട് ഹീറ്റായി വന്നിട്ടുണ്ട്. ഇതേപോലത്തെ പരുവമായിട്ട് വേണം. അപ്പോൾ ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് കുറച്ച് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ബീറ്റർ വെച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് മൈദ മാവ് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ നമുക്ക് ഈ വിസ്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ 1 കിലോ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്ക് ടിന്നാണിത്. അപ്പം അത് ഞാൻ എണ്ണയൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മിക്സ് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കേക്കിന് ഒരു സ്മൂത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, അതേ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് കേക്ക് ടിന്നിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പാത്രം ഒരു സോസ് പാനാണ് വെച്ചാൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ച് ഒരു 30-35 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഇത് വെച്ചിട്ട് കേക്ക് വെന്തോന്ന് നോക്കാം. അതെ,
നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കമ്പി ഒട്ടും പിടിക്കാണ്ട് നല്ല ക്ലീനിൽ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് എടുക്കാം. നല്ല ചൂടാണ്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ക്രീമൊക്കെ തരാം. അപ്പം നമ്മൾ കേക്കിന് ക്രീം എടുക്കുകയാണ്. അപ്പം ഞാൻ ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഫിയോനയുടെ വിപ്പിംഗ് ക്രീം കാരണം നമുക്ക് ഇതിനകത്ത് പഞ്ചസാര ചേർക്കല്ല. അല്ലെങ്കിൽ നല്ല പഞ്ചസാര പൊടിച്ച് നല്ല ഫൈൻ പൗഡറാക്കിയിട്ട് വേണം നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന പാത്രത്തിലോ ഈ ബീറ്ററിലോ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാറില്ല. അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ക്രീം മെൽറ്റായി പോകുള്ളൂ, സ്റ്റിഫാവുള്ളൂ. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് വരാം. അപ്പം നമ്മൾ കേക്ക് 3 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് പാലും ചെറിയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സിറപ്പാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കേക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല സ്മൂത്തായിട്ട് പിന്നെ എൻ്റെ കയ്യിൽ കേക്കിൻ്റെ ടൂൾസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കട്ടെ. അപ്പോൾ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവണം. അപ്പോൾ നാളെ രാവിലെയാണ് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.